ഇവിടെ 3 ബർത്ത്ഡേ ഒരുമിച്ചാണ് ഇവിടെ ആഘോഷിക്കുന്നത്. 3 ബർത്ത്ഡേ ഒരുമിച്ച്. അത് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കേക്ക് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? ബിരിയാണി സൂപ്പർ ആണോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് അപ്പുമോൻ്റെ ബർത്ത്ഡേ ആണ്. അതായത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ അതിന് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ടൗണിലോട്ട് പോവുകയാണ്. അവന് വേണ്ടിയുള്ള കേക്ക് വാങ്ങിക്കണം. കേക്ക് കട്ടിങ് സെലിബ്രേഷനൊക്കെ വേണം. ചെറുതായിട്ട്, വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ലളിതമായിട്ടുള്ളതേ ഉള്ളൂ. ഇന്ന് ടൗണിൽ കടകളെല്ലാം ക്ലോസ്ഡ് ആണ്. ഒന്നാമത് ഞായറാഴ്ചയാണ്, ഇന്ന് തുറക്കാൻ പാടില്ല. 2 ദിവസം കൊണ്ട് ഇപ്പം 3 മണിയാകുമ്പോൾ തന്നെ കടകളെല്ലാം ഷട്ടർ വീഴും. അപ്പോൾ ഇന്നലെ ഞാൻ ഓർഡർ ചെയ്തിരുന്നതാണ് കേക്ക്. അപ്പോൾ അവരെനിക്കത് ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനത് വാങ്ങിക്കാൻ വേണ്ടി ടൗണിലോട്ട് പോവുകയാണ്. തിരക്കും കാര്യങ്ങളൊന്നുമില്ല, എല്ലാ കടകളും അടവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്തു തരുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കേക്കിൻ്റെ വിശേഷങ്ങളായിട്ടൊക്കെ പിന്നെ വരാം. നമ്മൾ നേരെ ഇപ്പോൾ കേക്ക് വാങ്ങിക്കാൻ പോട്ടെ, സമയമാവാറായി. ഓക്കെ, ഇത് നടക്കുന്നത് 2/8 നടക്കുന്നത്. 2/8/2020 അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തിങ്കളാഴ്ച ആയിരിക്കാം. ഇത് ഞായറാഴ്ചത്തെ പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉരുളിയുടെ വെച്ച് കഴിഞ്ഞു. നമുക്ക് ഇതൊന്ന് ചൂടാവണം. അവിടെ ഗ്യാസ് ഓണാക്കി കൊടുക്കുകയാണ്. ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉരുളി നല്ല ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള ചെറുതായിട്ട് അരിഞ്ഞയാണ്, നൈസായിട്ട് അരിഞ്ഞ സവാളയാണ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ടൈം ലാപ്സിലായിട്ടാണ് പോകുന്നത്. നമ്മൾ കാര്യം നമ്മൾ നേരത്തെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ചെയ്ത ബിരിയാണി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കയറി കാണാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, മേളിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ അതിൽ കയറി കാണുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം. അങ്ങനെ ഉള്ളി നല്ലതായിട്ട് മുരിഞ്ഞ് വന്നു. നമ്മളത് എടുത്ത് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഉള്ളി വഴറ്റിയത്. അതിനുശേഷം നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കാര്യം നേരത്തെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഒരുപാട് നേരമായി. അതിപ്പോൾ ഇനി അത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇനിയും. നമ്മൾ ബലൂൺ വീർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ അല്ലാതെ ഊതി വീർപ്പിക്കാൻ നടക്കുന്ന കാര്യമല്ല, ഭയങ്കര പാട്, ഒരുപാട് പാട് ഊതി വീർപ്പിക്കാൻ. അപ്പം ഞാൻ വേണ്ടി കാറ്റ് പമ്പ് ഇരിപ്പണമായിരുന്നു, സൈക്കിളിൻ്റെ പമ്പ്, കാറ്റിൻ്റെ പമ്പ്. അപ്പോൾ ഇതങ്ങ് ഊരിക്കഴിഞ്ഞാൽ വീർപ്പിക്കാൻ എളുപ്പമുണ്ട്. ഇതിലോട്ട് കയറ്റി വെക്കുക, പമ്പ് ചെയ്ത് കൊടുത്താൽ മതി. വലിയ പാടില്ല. ഇത്രയും വീർത്താൽ മതി. കുത്തി വേണം. എടുക്കാം. ഇതുപോലെ അപ്പം അടിച്ചു. അങ്ങനല്ല, ഇവിടെ ഫെലിക്സ് ഒന്നിനും സമ്മതിക്കത്തില്ല. ഫെലിക്സ് എല്ലാ കാര്യത്തിനും മുമ്പിലാണ്. എല്ലാ കാര്യവും അവൻ തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളി വഴറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഉള്ളി ഇട്ട് അത് വഴണ്ടി വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്തു. അതെല്ലാം കഴിഞ്ഞു. നമുക്കിതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം, നല്ലതായിട്ട് ഇളക്കിയെടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ടിടുന്നുണ്ട്, ഉപ്പിടുന്നുണ്ട്. ഇതിലോട്ട് തന്നെ നമ്മൾ തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് വഴണ്ടി വരണം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതായിട്ട് ഇളകി കൊടുക്കുക, മസാല പിടിക്കട്ടെ അതിനകത്ത്. ഇതിലോട്ട് നമ്മൾ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അനിച്ചിനോട് വെള്ളം ഒഴിച്ച് അത് അടച്ചു വെക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ മാരിനേറ്റ് ചെയ്തതും തന്നെ നമ്മൾ ഗരം മസാലയും ചിക്കൻ മസാലയും ബിരിയാണി മസാലയും കൂടെ ചേർത്താണ് നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബീൻസും ക്യാരറ്റും കൂടെ വഴറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിന് ശേഷമാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ നമ്മൾ നെയ്യിൽ ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുന്നത്. ഇത് കോരി മാറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ ദമ്മിലോട്ട് പോകുന്നത്, ദമ്മിടാൻ വേണ്ടി പോകുന്നത്. ലെയറായിട്ടാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത്, ഓരോ ലെയർ അനുസരിച്ച്. അങ്ങനെ നമ്മുടെ ഇവിടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്.
അപ്പൂനെ കട്ടി. അപ്പച്ചനും അമ്മച്ചിക്കും ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? ബിരിയാണി സൂപ്പറാണോ? ജേക്കപ്പേ അതോ? ഞാൻ പോവാ. യഹോവയിൽ ആശ്രയിക്കുക, യഹോവ അതിനെ ആശ്രയമായി ജനങ്ങൾ ആഗ്രഹവും പൂർണ്ണമായി എന്നെ അഭ്യർത്ഥിക്കുവാൻ ആശ്രയിച്ച് ശിക്ഷ ഇന്നും എന്നും ഉണ്ടായിരിക്കുകയും വർദ്ധിക്കുകയും ചെയ്യുന്നതായിട്ട്. അത് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കേക്ക് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ഒരു സെഷൻ കഴിഞ്ഞു, രണ്ടാമത്തെ കേക്കാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇല്ല അപ്പു, അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിലാണ് അപ്പു ഇരിക്കുന്നത്. ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പുവിനോട് നമ്മൾ കത്തി കൊടുക്കുകയാണ്. അപ്പുവാണ് കട്ട് ചെയ്യുന്നത്. ഇല്ല നീ തിരിച്ചു പിടിക്കുക അപ്പു കത്തി. ഇനി സോങ് വേണ്ടേ? സോങ് വേണം. അപ്പുവാണ് നേരത്തെ തുറക്കം ഇട്ടത്. ഇപ്പം നമ്മൾ തന്നെ തുറക്കിടുവാണ്. താഴെ തുടങ്ങി. Happy birthday to you. Happy birthday to you. Happy birthday to you, dear Appu. Happy birthday to you. ഭയങ്കര ശക്തി. കാണാം. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ആദ്യമേ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, 31-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതായത് കഴിഞ്ഞിട്ട് എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 1-ാം തീയതി. 2-ാം തീയതി ആയിരുന്നു നമ്മുടെ ഫെലിക്സിൻ്റെ ബർത്ത്ഡേ. ഈ 3 ബർത്ത്ഡേയും ഓരോ ഇടവിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഈ വട്ടത്തെ ബർത്ത്ഡേ
നമ്മൾ ഒരുമിച്ചൊക്കെ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഒരുമിച്ച് നമ്മൾ ആഘോഷിച്ചു. ഒരുപാട് ഫ്രണ്ട്സിനെ ഒന്നും വിളിച്ചില്ല. നമ്മുടെ കസിൻസിന് മാത്രമേ നമ്മൾ വിളിച്ചുള്ളൂ. ഈ വട്ടം ദൂരെയുള്ള ആൾക്കാരെ ഒന്നും വിളിച്ചില്ല നമ്മൾ. ഓക്കെ, അപ്പം ചിലരൊക്കെ 2 സെക്ഷനായിട്ടാണ് ഈ ബർത്ത്ഡേ നമ്മൾ കൊണ്ടാടിയത്. 2 സെക്ഷനായിട്ടാണ്, 2 രീതിയിലാണ്. അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് 2 രീതിയിൽ നമ്മൾ നടത്തുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം ഈ ബർത്ത്ഡേ പാർട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം. പുതിയൊരു വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. അതുവരേക്കും ബൈ.